ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കും പദ്ധതികൾക്കുമുള്ള ജനസ്വീകാര്യതയാണ് അടുത്തിടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രിക്കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ നയങ്ങൾ, പദ്ധതികൾ എന്നിവയ്ക്ക് പൊതുജനങ്ങൾ നൽകുന്ന പിന്തുണയാണ് അടുത്തിടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകുന്ന ഒരു സർക്കാരിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. രാഷ്ട്രവികസനത്തിനായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി US ഇറാൻ യുദ്ധമടക്കമുള്ള വെല്ലുവിളികളെ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്നും അഭിപ്രായപ്പെട്ടു. കർണാടക സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ബംഗളൂരുവിൽ നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഹൈദരാബാദ് പനാജി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള ഗുഡബല്ലൂർ മുതൽ മെഹബൂബ് നഗർ വരെയുള്ള ദേശീയപാത 167 നാലുവരിയാക്കുന്ന പദ്ധതിയുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. PM മിത്ര പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ച വാറങ്കലിലെ കാക്കത്തിയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇതിനു പുറമെ ഹൈദരാബാദിലെ അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ സിന്ധു ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് സൂചന. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ എന്നിവരും കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രിക്കഴകം പാർട്ടി അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ஜோசப் விஜய் எனும் நான் சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு ഉറുതിമൊഴിகிறேன். തമിഴ്നാടിന്റെ 9ാമത് മുഖ്യമന്ത്രിയാണ് വിജയ്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിനെത്തി. 234 അംഗ സഭയിൽ 120 MLAമാരുടെ പിന്തുണ ഉറപ്പാക്കിയതിനെ തുടർന്നാണ് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയെ ക്ഷണിച്ചത്. ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി പാർട്ടി MLAമാരുടെ യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേർന്നു. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ വോട്ടറും പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ.
തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമായും വിജയകരമായും പൂർത്തിയാക്കാൻ സാധിച്ചതിൽ അദ്ദേഹം സംതൃപ്തി രേഖപ്പെടുത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായി തിരുപ്പതിയിലെത്തിയ ഗ്യാനേഷ് കുമാർ ഇന്ന് രാവിലെ തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചോലവനമായ മന്നവൻ ചോലയിൽ സഞ്ചാരികൾക്കായി താമസ സൌകര്യമൊരുക്കി ആനമുടി ചോല ദേശീയോദ്യാനം. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ മെത്താപ്പിലാണ് ലോഗ് ഹൌസും സ്റ്റോൺ ഹൌസും സജ്ജമാക്കിയിരിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. 500-ലധികം വർഷം പഴക്കമുള്ള അപൂർവ മരങ്ങളാൽ സമ്പന്നമായ മന്നവൻ ചോലയുടെ ഹൃദയഭാഗത്താണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം. കടുവയും പുലിയും ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണെങ്കിലും അതീവ സുരക്ഷിതമായാണ് ലോഗ് ഹൌസുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. മറയൂർ, കാന്തല്ലൂർ, വട്ടവട മലനിരകളുടെ ആകാശ കാഴ്ചകൾ മെത്താപ്പിലെ ഈ താമസ സ്ഥലത്തു നിന്നും ദൃശ്യമാകും. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്രയിൽ കുണ്ടള ഡാമിൽ നിന്നും 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മെത്താപ്പിലെത്താം. പ്രകൃതിയുമായി അടുത്തു നിന്നുള്ള വേറിട്ടൊരു യാത്രാനുഭവമാണ് വനംവകുപ്പ് ഇവിടെ സഞ്ചാരികൾക്കായി കാത്തുവച്ചിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമേരിക്കയിൽ അന്ന ജാർവിസ് എന്ന സമാധാന പ്രവർത്തക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് ഉണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിനും കേരള തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പൊതുജന ശ്രദ്ധ നേടി ജലഗതാഗത വകുപ്പിന്റെ പുതിയ വിനോദസഞ്ചാര പാക്കേജ് കുട്ടനാട് സഫാരി. പ്രതിദിനം 50ഓളം പേരാണ് പാക്കേജിന് കീഴിൽ യാത്ര ചെയ്യുന്നത്. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആലപ്പുഴയിൽ നിന്നും പാതിരാമണ ദ്വീപിലേക്ക് കഴിഞ്ഞ ഏപ്രിൽ 10 ജലഗതാഗത വകുപ്പിന്റെ പുതിയ വിനോദ സഞ്ചാര പാക്കേജായ കുട്ടനാട് സഫാരി തുടങ്ങിയത്. ദിവസവും രാവിലെ 10 ആലപ്പുഴ ബോട്ടിയെട്ടിൽ നിന്നും പുറപ്പെട്ട വൈകിട്ട് 5:30 തിരികെ എത്തുന്ന സർവീസിൽ പ്രതിദിനം 50ലധികം ആളുകളാണ് യാത്ര ചെയ്യുന്നത്. രാജ്യത്തെ ആദ്യ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ടായ ഇന്ദ്രയിലാണ് യാത്ര. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 ചെന്നൈയിലെ MS ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന 2ാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 77 റൺസിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് വിജയം നേടി. കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിൽ ജനജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. എന്റെ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേനയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ മോഷണങ്ങളും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതിനുള്ള വിവിധ കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കും പദ്ധതികൾക്കുമുള്ള ജനസ്വീകാര്യതയാണ് അടുത്തിടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രിക്കഴകം പാർട്ടി അധ്യക്ഷൻ C. ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെയും നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.